നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. യൂട്രസിൻ്റെ നെക്കിന് ബലക്ഷയമുള്ളപ്പോൾ, അതായത് സർവിക്സ് ഇൻകോമ്പിറ്റൻ്റ് ആകുന്ന സമയത്ത് നമ്മളിടുന്ന സർവൈക്കൽ സ്റ്റിച്ചിനെ പറ്റിയുള്ള സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എപ്പോഴാണ് സ്റ്റിച്ച് ഇടേണ്ടത്? അതായത് ബിറ്റ്വീൻ 12 ആൻഡ് 24 വീക്സാണ് നമ്മൾ സാധാരണ ഇടുക. അപ് ടു 28 വീക്സ് ആണെങ്കിലും ഇടാം. ഇത് എപ്പോഴാണ് റിമൂവ് ചെയ്യേണ്ടത്? സാധാരണ 36-37 വീക്സ് വരെയും. പക്ഷേ അതല്ല, ഏത് സമയത്ത് വേദന വന്നാലും നമ്മൾ എമർജൻസി ആയിട്ട് നല്ല റിപ്പീറ്റഡായിട്ട് വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റിച്ച് നമ്മൾ പൊട്ടിച്ച് വിടണം. അല്ലെങ്കിൽ യൂട്രസിനും സർവിക്സിനുമൊക്കെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെയിൻ വന്നാൽ നമ്മൾ പൊട്ടിച്ച് വിടും. പിന്നെ വെള്ളം പോയി ചിലപ്പം വരാം. അപ്പോൾ അത് റിമൂവ് ചെയ്യണോ, വേദന ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ എന്താണ് ഇതിന് സൈഡ് ഇഫക്ട്സ്? അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിലുള്ള സർക്ലേജ് ഉണ്ട്. ഇലക്റ്റീവായിട്ട് ചെയ്യുന്നത്, പിന്നെ റെസ്ക്യൂ സർക്ലേജ് അല്ലെങ്കിൽ എമർജൻസി സർക്ലേജ്. എമർജൻസി സർക്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സീരിയലായിട്ട് ഫോളോ അപ്പ് ചെയ്യും. പേഷ്യൻറ്റിന് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിൽ നമ്മൾ സീരിയലായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് ഈ യൂട്രസിൻ്റെ നെക്ക് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു സിംറ്റമായിട്ട് ഒരു ഡിസ്കംഫർട്ട്, താഴേക്ക് ഒരു പ്രഷർ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ യൂട്രസിൻ്റെ നെക്ക് ഓൾറെഡി ഓപ്പൺ ആണെങ്കിൽ, അതൊരു 4 സെൻറ്റിമീറ്റർ താഴെ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് റെസ്ക്യൂ സർക്ലേജ്, അതായത് എമർജൻസി സർക്ലേജ് ഇടും. പക്ഷേ ഇതിന് ഈ ഇലക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന സർക്ലേജിനെ അപേക്ഷിച്ച് സക്സസ് റേറ്റ് കുറവാണ്, കോംപ്ലിക്കേഷൻസും കൂടുതലാണ്. എന്നാലും ഈ റെസ്ക്യൂ സർക്ലേജ് ഇഫക്റ്റീവ് ആയാൽ 5 മുതൽ 6 ആഴ്ച വരെയും ഈ പ്രഗ്നൻസിയെ പ്രൊലോങ് ചെയ്യാൻ സാധിക്കും. കുഞ്ഞിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് ഒരു 70% കുറയ്ക്കാനും ഈ റെസ്ക്യൂ സർക്ലേജിന് സാധിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് ചോദിച്ചാൽ, ചിലർക്ക് ആദ്യം കുറച്ച് ബ്ലീഡിങ്, ചെറിയ ക്രാമ്പിങ് പെയിനൊക്കെ ഇനീഷ്യൽ 2-3 ഡേയ്സ് ഉണ്ടാകാം. അത് തന്നെ സെറ്റിൽ ചെയ്യും. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ദിവസത്തേക്കിനൊരു റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ സാധാരണ റുട്ടീൻ ആക്ടിവിറ്റീസ് നമ്മൾ എൻകറേജ് ചെയ്യും. പക്ഷേ സെക്ഷുവൽ റിലേഷൻ മിനിമം ഒരു 2 വീക്സ് എങ്കിലും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ റെസ്റ്റും എപ്പോഴും നല്ലതല്ല. ബ്ലഡ് ക്ലോട്ട് അമ്മയ്ക്ക് മാരകമായി തീർന്നേക്കാം. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കുന്നവർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ എക്സസൈസൊക്കെ, കാല് മടക്കുകയും നിവർക്കുകയും ഒക്കെ ചെയ്ത് ആ ബ്ലഡ് ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻ എടുക്കണമെന്നും പറയാറുണ്ട്. പിന്നെ എല്ലാവർക്കും റുട്ടീനായിട്ട്, പ്രത്യേകിച്ച് ട്വിൻസിൽ, ഇവർക്കൊക്കെ റുട്ടീനായിട്ട് സർക്ലേജ് ഇടണമോ എന്നുള്ളതാണ് സാധാരണ ഒരു ചോദ്യം. ഇത് സാധാരണ ഗൈഡ് ലൈൻസ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. റുട്ടീൻ സർക്ലേജ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നില്ല. യൂട്രസിൻ്റെ നെക്ക് വല്ലാതെ ഷോർട്ടാകുകയാണ്. തീരെ ഷോർട്ടാകുന്ന അവസരത്തിൽ മാത്രമേ, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലും സർക്ലേജ് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സർക്ലേജ് ഇട്ടവരിൽ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? കൂടുതൽ ബ്ലീഡിങ് അല്ലെങ്കിൽ പെയിന്, ഡിസ്ചാർജിന് എന്തെങ്കിലും സ്മെല്ല്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. പിന്നെ ഈ സർക്ലേജ് ഇട്ടവരിൽ നമ്മൾ പറഞ്ഞു, അത് സ്റ്റിച്ച് ഇടുന്നത് ഒരു നോൺ അബ്സോർബിൾ മെറ്റീരിയൽ കൊണ്ടാണ്, അബ്സോർബ് ചെയ്ത് പോകാത്ത ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ചിലർക്ക് ഈ ഇങ്ങനെ ഒരു ഫോറിൻ ഒബ്ജക്റ്റീവ് സർവീക്സിലിരിക്കുമ്പോൾ ചിലർക്ക് ഡിസ്ചാർജൊക്കെ ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ സ്വാബ് എടുത്ത് നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. പിന്നെ ഇത് 100% ഈ മാസം തികയാതെയുള്ള പ്രസവത്തിനെ പ്രിവെൻറ്റ് ചെയ്യുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ യൂട്രസിൻ്റെ നെക്ക് കൊണ്ടുള്ള ആ നെക്കിൻ്റെ ബലക്കുറവ് കൊണ്ടുള്ള ഈ മാസം തികയാതെയുള്ള പ്രസവത്തിന് മാത്രമേ ഇത് ഇഫക്റ്റീവ് ആകുകയുള്ളൂ. മറ്റെന്തെങ്കിലും കോസ് കൊണ്ടുള്ള പ്രീടേം പെയിൻ, അതായത് മാസം തികയാതെയുള്ള പ്രസവത്തിന് ഇത് ഇഫക്റ്റീവ് ആവണമെന്ന് ഇല്ല. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് കഴിഞ്ഞ് എത്ര ദിവസത്തേന് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവണം? ഒരു ദിവസത്തേക്കിന് സാധാരണ നമ്മൾ അഡ്മിറ്റ് ആവുകയുള്ളൂ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർക്ലേജ് ആ ഒരു ദിവസം നമ്മൾ അഡ്മിറ്റ് ആക്കും. പിന്നെ പ്രൊജസ്റ്റജൻ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇവർക്ക് സാധാരണ പ്രസവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത് ചോദ്യം. വജൈനൽ പ്രൊസീജിയർ വഴി സർക്ലേജ് ഇട്ടവർക്ക് നമ്മൾ 37 ആഴ്ചയ്ക്ക് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നോർമൽ ഡെലിവറിക്ക് സാധ്യമാണ്, വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ. പക്ഷേ വയറിലൂടെ ഉള്ള സ്റ്റിച്ച്, അതായത് ലാപ്രോസ്കോപ്പി വഴിയൊക്കെ സ്റ്റിച്ച് ഇട്ടവർക്ക് പിന്നെ സിസേറിയൻ തന്നെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ഫ്രൈഡേ പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.